രാഹുൽ മാങ്കൂട്ടത്തിന് ചില പ്രസ്താവനകളൊരു വിവാദമായി മാറുന്ന ഒരു കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. താങ്കൾ അതിൽ എന്ത് പ്രതികരിക്കുന്നു എന്നൊക്കെ അവരൊന്ന് ചോദിച്ചിരുന്നു. ഇല്ല, ഇപ്പം അതിനെക്കുറിച്ച് കോൺഗ്രസ് രമേശ് ചെന്നിത്തല എന്നെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരിക്കലും അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും കെ കരുണാകരൻ്റെ വ്യക്തിത്വത്തിനെ ഒന്നും ഒരു ചോദ്യം ചെയ്യലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കെ കരുണാകരൻ്റെ ചിത്രം സംഖ്യകൾ ഉപയോഗിക്കാൻ ഇടയാക്കിയത് അദ്ദേഹമല്ലല്ലോ. അതാരാണ് ഇടയാക്കിയതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കുന്നു. നാളെ തന്നെ തൃശ്ശൂർക്ക് പോകും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഞാൻ അങ്ങനെയാണല്ലോ അവിടെ കഴിഞ്ഞ 5 കൊല്ലക്കാരൻ സജീവമായിട്ട് എം പിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു. ഒരു പൂർണ്ണ സംതൃപ്തിയുണ്ട്. കാരണം കഴിഞ്ഞ ടേമിലെ എം പിമാർക്ക് എല്ലാവർക്കും ഉണ്ടായൊരു പ്രയാസം എന്ന് പറയുന്നത് 3.5 കൊല്ലം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, കോവിഡൊക്കെ കാരണം. പക്ഷെ ആ സമയത്ത് പോലും ഞാൻ അവിടുന്ന് പോകുന്നതിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. പലരും എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരു ദൗത്യം പാർട്ടി ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കണ്ടേ. അല്ല, നല്ല മിടുക്കനായിട്ട് ചെറുപ്പക്കാരനാണ് ഷാഫി പറമ്പിൽ. ഷാഫിക്ക് ആ ദൗത്യം 100% ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയും. ഏതായാലും ടീച്ചർക്ക് ഡൽഹിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരില്ല. ടീച്ചർക്ക് കൂപ്പൺ ഉപയോഗിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടരാം. മുരളിയുടെ വഴിയെ വടകര ഷാഫി കൊണ്ടുപോകും. എങ്ങനെ? മുരളിയുടെ വഴിയെ തീർച്ചയായിട്ടും ഷാഫി ജയിച്ച് നല്ല കരുത്തനായിട്ടുള്ള എം പി ആയിട്ട് ലോക്സഭയിൽ ഉണ്ടാവണം. അത് കോൺഗ്രസും BJP തമ്മിലുള്ള മത്സരമാണ്. അവിടെ ഇടതുപക്ഷത്തിന് ഒരു സ്ഥാനവുമില്ല. ഷാഫി ജയിച്ചു കഴിഞ്ഞാലും പാലക്കാട് സീറ്റ് നിലനിർത്താനുള്ള സംഘടനാ ശക്തി കോൺഗ്രസിന് പാലക്കാടുണ്ട്, UDF-നുണ്ട്. താങ്കൾക്കെതിരായിക്കൊണ്ട് സഹോദരിയെ തന്നെ മുന്നിൽ നിർത്തി പ്രചാരണം നടത്തി കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നേരിടുക? അല്ല, അതിനെ നേരിടാനൊന്നും ഇല്ലല്ലോ. പാർട്ടിയുടെ നയം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കും. പിന്നെ മുന്നിൽ നിർത്തിയാൽ BJPക്ക് സുഖമായിട്ട് 3ാം സ്ഥാനത്തേക്ക് പോകാം. അപ്പോൾ എൻ്റെ ജോലി ഭാരം കുറയും.